നമുക്ക് ലളിത ചേച്ചിയെ പോലെ ഒന്നുള്ളൊരു കലാകാരിയെ, ഒരു അഭിനേത്രിയെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു മലയാളിക്ക് ഒരു ദിവസം തള്ളി നീക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഒന്നിക്ക് ചാനൽ മാറ്റുമ്പോൾ കാണും, അല്ലെങ്കിൽ ശബ്ദമായിട്ട് എവിടെയെങ്കിലും കാണും. ഒരു സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാകും. ലളിത ചേച്ചിയുടെ ഓർമ്മകളുമായി മറ്റൊരാൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ലളിത ചേച്ചിയെക്കുറിച്ച് ആദ്യം ഓർമ്മ വരുന്നത് സുധി വാൽമീകത്തിലെ ജയൻ്റെ സുധിയുടെ എൻഗേജ്മെൻറ്റ് ഷൂട്ട് ചെയ്യുന്നതാണ്. കാര്യം അതിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് സിദ്ധാർത്ഥിന് ആക്സിഡൻറ്റ് പറ്റുന്നത്. അപ്പം ചേച്ചിക്ക് എറണാകുളത്ത് വരേണ്ടി വന്നു. അപ്പോൾ ഞങ്ങളുടെ ആ സിനിമയിലെ അവസാന രംഗമാണ് അത്. അപ്പോൾ അത് ചേച്ചി വരാതെ അമ്മയുടെ വേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി വരാതെ നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ കൺഫ്യൂഷനായി ഷൂട്ടിംഗ് മാറ്റി വയ്ക്കാം എന്നൊക്കെ വെച്ചിരിക്കുന്ന ദിവസം നാളെ ഷൂട്ടിങ്ങാണ്, ഇന്ന് രാത്രി ചേച്ചി വിളിക്കുക. ചേച്ചി വിളിച്ചിട്ട് പറയുകയാണ്, ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ് ഹോസ്പിറ്റലിൽ, മകൻ സീരിയസ് ആയിട്ട് എടുക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പക്ഷേ എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല, മറ്റേ ഡോക്ടേഴ്സാണല്ലോ. അപ്പോൾ ഞാൻ വരാം, നമ്മുടെ ഷൂട്ടിംഗ് നടക്കട്ടെ, എനിക്കൊരു വണ്ടി അയച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര സംശയത്തിലാണ് വണ്ടി അയക്കുന്നത്. അന്നും ഷൂട്ടിംഗ് നടക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, ചേച്ചി വരുന്നെങ്കിൽ വരട്ടെ, അപ്പോൾ ചേച്ചിക്ക് ഒരു ചേഞ്ച് ആവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഒരു ഏറ്റവും വലിയൊരു ഗ്രേറ്റ് ആക്ടർ, അവരൊരു മനസാന്നിധ്യം എന്നൊക്കെ പറയുന്നത് ആ സീൻ ആക്ച്വലി ഒരു എൻഗേജ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ആ ചേച്ചിയാണ് ആ സീൻ കുറേയൊക്കെ കൊറിയോഗ്രാഫി ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിലൊരു ഡയലോഗുണ്ട്. അപ്പോൾ ചേച്ചിനോട് പറഞ്ഞു, സിദ്ധുവിൻ്റെ എൻഗേജ്മെൻറ്റ് സമയത്ത് അവൻ ചോദിച്ച ചോദ്യമാണ്, ആ സിനിമയിൽ അത് ചോദിക്കുന്നുണ്ട്, ഇത് ഏത് വരെയല്ല മോതിരിടുക. അപ്പം അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് ചേച്ചി പറഞ്ഞ ഡയലോഗ്, അങ്ങനെ പറഞ്ഞ് ഡയലോഗ് ചേർത്തതാണത്. അപ്പം അതുപോലുള്ള കമ്മിറ്റ്മെൻറ്റ് എനിക്കറിയില്ല അത് എത്ര പേർക്കുണ്ടാവും. അതെനിക്കൊണ്ട് ഒരുപാട് വർഷങ്ങളായി സിനിമ അല്ലെങ്കിൽ അഭിനയം അതിൻ്റെ ഒരു തപസ്സിലൂടെ കടന്നുപോയ അവർക്കൊക്കെയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ഇതിനിടയിൽ ഇപ്പം ശബ്ദം കൊണ്ടുള്ളൊരു അഭിനയത്തെക്കുറിച്ച്, നമ്മൾ മോഡുലേഷനെക്കുറിച്ച് പറഞ്ഞു. ലളിത ചേച്ചി ആ ഒരു മേഖലയിലും വലിയ അത്ഭുതമാണ്. ഇപ്പം ആരവ് എന്ന് പറയുന്ന സിനിമയെ പറ്റി പറഞ്ഞുകൊണ്ട് പറയണം, എനിക്ക് തോന്നുന്നത് അതിന് തൊട്ടു പുറകെ തകര എന്ന് പറയുന്ന സിനിമ വരുന്ന സമയത്ത് അതിലെ അന്നത്തെ നായികയ്ക്ക് ഡബ് ചെയ്തത് ലളിത ചേച്ചിയാണ്. അല്ലെ, അന്ന് കുറെ അന്വേഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ അതിനുവേണ്ടി വേറെ ശബ്ദങ്ങൾ? അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഭരതേട്ടൻ ലളിത ചേച്ചിനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നത്. ആരവത്തിലെ ക്യാരക്ടറും ഇതേപോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പ്രതാപോത്തൻ ചെയ്തൊരു ക്യാരക്ടറുണ്ട്, കൊക്കരക്കോ എന്ന് പറഞ്ഞിട്ട്. കൊക്കരക്കോന്റെ പെയറായിട്ടാണ് ലളിത ചേച്ചി അഭിനയിച്ചതെന്നുള്ളതാണ്. ഒരു ഭയങ്കര ഗ്രാമീണ ഇതുള്ള, അതാണ് ആരവം എന്ന് പറഞ്ഞ സിനിമ. അതിനുശേഷമാണ് തകര. മുക്കുറ്റി തിരുതാളിയൊക്കെ അത് തന്നെ കൂടി മെയിൻ റോൾ അഭിനയിച്ച പടമാണ് അത്. അല്ല പറയണം. അപ്പൊ ആ കാലത്ത് തന്നെ ചേച്ചി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്, ഡബ് ചെയ്തിട്ടുണ്ട്. ഈ ശബ്ദത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ചേച്ചിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റാത്തൊരു ഓർമ്മയുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, മതിലുകൾ എന്ന് പറയുന്ന സിനിമ, നാരായണി. അപ്പോൾ ബഷീറിന്റെ മതിലുകൾ വായിച്ച് ഞങ്ങളൊക്കെ അത് വായിച്ചിട്ടുള്ള ആൾക്കാരാണ്. വായിച്ചിട്ടാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ KPS ലളിത ഡബ് ചെയ്തു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ലളിത ചേച്ചിന് അപ്പുറത്ത് നമ്മുടെ മനസ്സിൽ വരികയല്ലേ, വിഷ്വൽ വരികയല്ലേ. അപ്പോൾ മതിലിൻ്റെ അപ്പുറത്ത് ലളിത ചേച്ചിനെ കാണുമ്പോൾ മുഖം കാണാത്ത ഒരു പെണ്ണ് എന്നുള്ള ഒരു സങ്കല്പമാണല്ലോ ബഷീർ എഴുതി വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ മാതിരി മമ്മൂട്ടി അഭിനയിച്ച ബഷീർ അപ്പുറത്താണ് മറ്റൊരു ജയിൽ തടവ് പുള്ളി ഉള്ളത്, ഇപ്പുറത്താണ് മമ്മൂക്ക ഉള്ളത്. അപ്പം ഇവര് തമ്മിൽ മുഖം കാണാതെയാണ് കഥയിലും സംസാരിച്ചിട്ടുള്ളത്. അത് ആ സിനിമയിൽ KPS ലളിത അഭിനയിച്ചിട്ടേ ഇല്ല, അവരെ മുഖം വരുന്നേ ഇല്ല. അങ്ങനെ തന്നെയാണ് ബഷീർ, വൈക്കം ബഷീറിന്റെ കഥയിലുള്ളത്. ആ കഥയിലും നാരായണിയുടെ മുഖം അറിയുന്നില്ല, ഈ ബഷീർ കാണുന്നില്ല, അറിയുന്നില്ല, സങ്കല്പിക്കുകയാണ്. അതിസുന്ദരിയായ ഒരു സ്ത്രീയെ സങ്കല്പിച്ചിട്ടാണ് ബഷീർ ആ കഥ എഴുതിയിട്ടുള്ളത്. സിനിമയിലേക്ക് വന്നപ്പോൾ അടൂർ സാർ എന്തുകൊണ്ട് KPS ലളിതയെ ഡബ് ചെയ്യിപ്പിച്ചു എന്നുള്ളത് സംശയം എനിക്ക് ആ സിനിമ കാണുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് അടൂർ സാറായിട്ട് അടുപ്പതിന് ശേഷം ഞാൻ സാറിനോട് ചോദിച്ചു, ഒരിക്കൽ ഞാൻ ചോദിച്ചിരുന്നു, സാർ എന്തുകൊണ്ടാണ് ലളിത ചേച്ചിനെ, അപ്പം ഞങ്ങളൊക്കെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് KPS ലളിതനെ അപ്പുറത്ത് കാണാം, അപ്പോൾ അത് ഒരു സുഖമില്ലായ്മ ഇല്ലേന്ന് ഞാൻ ചോദിച്ചു. കാരണം ലളിത ചേച്ചി അതിമനോഹരമായി ഡബ് ചെയ്തിട്ടുണ്ട്. ആ ശബ്ദം നമ്മളിങ്ങനെ എന്താ പറയുക, മോഹിപ്പിക്കുന്ന രീതിയിലുള്ള ശബ്ദമാണ്. ഈ ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ഇതിന്റെ ഉത്തരം സത്യത്തിൽ അങ്ങനെ ഒരു ഉത്തരം അടൂർ സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയില്ല, അത് ഇപ്പോഴാണ് കേൾക്കുന്നത്. അതെന്താ വെച്ചാൽ സാറ് എന്നോട് ഞാൻ പറഞ്ഞപ്പോൾ വെച്ചാൽ കമലിന് KPS ലളിത അറിയാം, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല ഈ സിനിമ എടുക്കുന്നത്, മനസ്സിലായി, ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ലളിതയുടെ ശബ്ദം അറിയില്ല. ഇത്രയും മനോഹരമായൊരു ശബ്ദം ഈ കൃത്യമായ മോഡുലേഷനിൽ പറയാൻ പറ്റുന്ന ഈ വൈക്കം ബഷീറിൻ്റെ നാരായണി, എൻ്റെ സിനിമയിലെ നാരായണിയെ അതേ മോഡുലേഷനിൽ അവതരിപ്പിക്കാൻ പറ്റിയൊരു ശബ്ദം എനിക്ക് വേറെ കിട്ടിയില്ല. ഞാൻ 10-12
ശബ്ദങ്ങളെ പരീക്ഷിച്ചിട്ട് അവസാനം ലളിതയിൽ എത്തുകയായിരുന്നു എന്നാണ് അടൂർ സാർ എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് ലളിതയെ പോലെ ഒരു ശബ്ദം എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ സാർ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇത് ഇൻ്റർനാഷണൽ വേദികളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഈ മതിലുകൾ പ്രദർശിപ്പിച്ചല്ലോ, അവിടെയൊക്കെ തന്നെ വിദേശത്ത് നിന്ന് സിനിമ കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞത് ഈ ശബ്ദം വല്ലാതെ നമ്മൾ വശീകരിക്കുന്നു എന്ന് പറഞ്ഞു. ഭാഷ അറിയാതെ പോലും, അവർക്ക് മലയാളം അറിയില്ല, പക്ഷെ ആ ശബ്ദത്തിൻ്റെ ഒരു മാസ്മരികത കൊണ്ട് അവരെ ആ കഥാപാത്രത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നു എന്ന് പറയുന്നത്. അതില് ഒരുപാടുണ്ട്. ഒന്ന് പ്രണയമുണ്ട്, പിന്നെ ഇവര് ഞാനത്ര സുന്ദരിയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്, എന്ന് പറയുന്ന ഒരു സ്ഥലം നിഷ്കളങ്കതയുണ്ട്, വലുതാണ്. കാരണം എങ്ങനെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തുടർച്ചയിൽ എവിടെയെങ്കിലും ഒന്ന് കണ്ടുമുട്ടാൻ ഒരു അവസരം കിട്ടിയാൽ ആ കണ്ടുമുട്ടലിൽ എനിക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം ഒക്കെ വെറും ആ ശബ്ദത്തിലുണ്ട്. പിന്നെ അവരുടെ ജീവിതത്തിൽ അവർ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ട് പോലും അതൊന്നും ഭാവിക്കാതെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കൗതുകവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ ശബ്ദത്തിലുണ്ടെന്നുള്ളതാണ്.